ക്രാസോ? എന്റെ അരിയുടെ ഓടുന്നാലും ശരിയാ, എന്നാലും സ്പീഡ് പോട്ടെ. ഇതാ മാക്സ്. ഇനി എങ്ങനെങ്കിലും പോ. എടാ നെക്സ്റ്റോ ഇന്നൊരു പണിയും ഇല്ലല്ലോ പ്രത്യേകിച്ച്. അതാടാ ഞാൻ നിന്റെ അടുത്ത് പറയാൻ നിൽക്കുന്നു. നമുക്കൊരു ഒറ്റ വേണ്ടി ട്രിപ്പ് പോയാലോ, ഒന്നും ആലോചിക്കാണ്ടേ. ആണ്ടെ നമ്മടെ ഷാജി പാപ്പൻ മാനും കിടപ്പുണ്ട്. നമുക്കേ ഒരു ഒറ്റ വേണ്ടി ട്രിപ്പ് അങ്ങ് പോവാ. ഇങ്ങോട്ട് പോകും നമുക്കങ്ങ് മൗണ്ടൻ ക്യാമ്പയിൻ പിടിച്ചാലേ, അതായത് നമ്മുടെ കാട്. എങ്ങനെ പോവാ? എവിടെ പോകണമെന്ന് നീ പറ. നമുക്ക് കാട് ക്യാമ്പയിൻ പിടിക്കാം. എന്തോ പറയുന്നു? എവിടുത്തെ കാട്? മൗണ്ടൻ കാട്? മൗണ്ടനിലെ കാട്ടിൽ പോയാൽ? മൗണ്ടനിലെ കാട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ആദ്യം കുറച്ചു നേരം നീ ഓടിയിരി, ഇതിന്റെ ടയർ മാറ്റണം. ടയർ മാറ്റുന്ന കട വരെ നീ ഓടിയിരി, അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കാം. ഓക്കെ, വണ്ടി അങ്ങോട്ട് കേറാ. ഈ വണ്ടി ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷ്മിയർ ക്രാസോ ഇറ്റി. അപ്പൊ ഈ വണ്ടി ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഞങ്ങളിപ്പോ ട്രിപ്പ് പോകാൻ പോവുകയാണ്. ഈ വണ്ടി ഇങ്ങനൊന്നും അല്ലായിരുന്നു, ഒരു ആക്രിക്കട പോലെ ആയിരുന്നു. അല്ലേടാ നെക്സ്ട്രോ? ഇത് പണ്ടൊരു കാലത്ത് ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ലേലത്തിന് വിളിച്ചെടുത്ത കാറായിരുന്നു. ഞങ്ങളുടെ കുടുംബക്കാർ, മനസ്സിലായല്ലോ, ഞങ്ങളുടെ പൂർവികർ. ഓക്കെ, അപ്പം ഇത് ആക്രിക്കടയില് കൊടുക്കാൻ ഇട്ടിരുന്ന കാറായിരുന്നു. കാറല്ലേ ഇത്, ഇപ്പൊ ഇങ്ങനെ ആക്കിയതാ ഞങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ആക്രിക്ക് എടുത്ത് കൊടുത്താലോ ആലോചിച്ച. അപ്പോഴാണ് ഞങ്ങൾക്ക് ആട് വന്നിറങ്ങുന്നത് 2015. ഞങ്ങളത് കണ്ട് അപ്പൊ തന്നെ ഫാനായി. വീട്ടിൽ നോക്കുമ്പോ ഇങ്ങനെ ഒരു വണ്ടിയും കിടപ്പുണ്ട്. അതങ്ങ് റീസ്റ്റോർ ചെയ്ത് ഇങ്ങനെ അങ്ങ് എടുത്തു. നമ്മുടെ ഫാമിലി വരുമ്പോ പണ്ട് മുതലേ കാറ് പ്രേമികളുടെ ഒരു ഫാമിലിയാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് കിട്ടി. അതങ്ങനെ അങ്ങ് റീസ്റ്റോർ ചെയ്തെടുത്ത്. അല്ലെങ്കിൽ ഇതിപ്പോ മാർക്കറ്റിൽ നല്ല വിലയുണ്ട്. ഇനിയിപ്പം കാർ പാർക്ക് ഈ വേൾഡ് CPM വേൾഡില് ഈ ഏത് മാർക്കറ്റിൽ പോയി ചോദിച്ചാലും ഈ കാറിന് ഏതാണ്ട് അവന്മാര് 1.5 ലക്ഷം അല്ലെങ്കിൽ 2.5 ലക്ഷം ഒക്കെ വില വേണം. പക്ഷെ ഞങ്ങളിത് ലേലം പിടിച്ചെടുത്തത് വെറും 2000 രൂപയ്ക്കാണ്. അപ്പൊ 2000 രൂപ എന്ന് പറയുമ്പോ ഇന്നത്തെ 2.5 ലക്ഷം വരും അല്ലേ? 2.5 ലക്ഷം, ഇന്നത്തെ ഒരു 1.5 ലക്ഷം. എന്നിട്ടും ഈ വണ്ടി ഞങ്ങൾക്ക് എന്തോ ലക്ക് കാരണം മാർക്കറ്റിൽ നിന്ന് എന്തായാലും മേടിക്കേണ്ടി വന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഈ വണ്ടി പുറത്തന്നെ എടുത്ത് ഇടാൻ കാരണം ആട് 3 ഇറങ്ങിയതിന്റെ ഇതിലാണ്. അതെ അതെ. നെക്സ്റ്റ് ഇനി ഞാൻ ഓടിക്കാം കുറച്ച്. ടയർ ശരിയാക്കില്ല. ജസ്റ്റ് അവിടെ ഒന്ന് നിർത്തിയതാ. അതിനു മുമ്പ് നമുക്ക് ഈ ഇന്ത്യ ഗേറ്റ് ഒന്ന് കണ്ടാലോ? ഇന്ത്യ ഗേറ്റ് ഇല്ല, കാർ പാർക്കിംഗ് ഗേറ്റ്. അതൊന്ന് കാണണം. അതൊന്ന് കാണാം. വണ്ടി അങ്ങോട്ടങ്ങ് നിർത്താം, അതിന്റെ ഉള്ളിലോട്ടങ്ങ് നിർത്താം, വെറുതെ കഷ്ടപ്പെടുന്നു. ഞാനാ ഷാജി പാപ്പനാന്നൊക്കെ നമ്മുടെ സിനിമയെ പോലെ തന്നെ അങ്ങ് റീസ്റ്റോർ ചെയ്തെടുത്ത. നമ്മുടെ സുനിയണ്ണനാണ് റീസ്റ്റോർ ചെയ്ത. സുനിയണ്ണൻ നമ്മുടെ വണ്ടി എല്ലാം റീസ്റ്റോർ ചെയ്യുന്ന മച്ചാനാണ്. പക്ഷെ റീസ്റ്റോർ ചെയ്യുന്ന മച്ചാനാണെങ്കിലും പണിയിക്കാൻ കൊടുക്കുന്നത് വേറൊരു കാക്കാടയില്ല. ഓക്കെ, അണ്ണന് പണിയാൻ അറിയത്തില്ല വണ്ടി. ഞാനാ ഷാജി പാപ്പൻ എഴുതാൻ പറഞ്ഞ നീ ഷാജി പാപ്പൻ എഴുതുന്ന ഒരാളാണ് സുനിയണ്ണൻ. ഓക്കെ, പക്ഷെ കാക്ക അങ്ങനല്ല. കാക്ക കറക്റ്റ് ആയിട്ടെല്ലാം ചെയ്തിരുന്നു. പക്ഷെ എന്നാലും സുനിയണ്ണൻ എങ്ങനെയോ ഒപ്പിച്ച് ഇപ്രാവശ്യം റീസ്റ്റോർ ചെയ്തു. പുള്ളി എഞ്ചിൻ പണിക്കൊക്കെ നല്ലത് സുനിയണ്ണൻ. ഓക്കെ, അപ്പൊ പിന്നെ എന്തായാലും ഇന്ത്യ ഗേറ്റ് കാണാം. അപ്പൊ ഇതൊരു നല്ലൊരു CPM ഗവൺമെന്റ് എടുത്ത ഏറ്റവും നല്ല തീരുമാനം ഇതാണ്. കാരണം എന്താ വെച്ചാ, ഇത് പണിയാൻ അവന്മാര് മുടക്കിയത് 1.5 കോടി അടുപ്പിച്ചാണെങ്കിലും ഇത് കാണാൻ വരുന്നത് 5.5 കോടിയിലേറെ ആൾക്കാരാണ്. ബിക്കോസ് ഇത് അത്രയ്ക്ക് പോപ്പുലർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ശ്രീഹരിയോട് വിളിക്കായിരുന്നു. പക്ഷെ ശ്രീഹരി ട്രോപ്പിക്കിൽ ഭയങ്കര ബിസിയാന്നാണ് പറയുന്നത്. അവിടെ എന്തൊക്കെയോ വലിയ പ്രശ്നമായി. അപ്പൊ ചെറുക്ക അതിന്റെ ആയിട്ട് പെട്ടിരിക്കുക. ഞാന് പിന്നെ നൈസിന് അവിടെ നിന്ന് ഊരി. കാരണം എന്താ വെച്ചാല് അതുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നെക്സ്ട്രോ ആയിട്ട് ഒരിക്കലും എനിക്ക് കാണാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ശ്രീഹരി പെട്ടുപോയിന്നാണ് റാസ പറയുന്നത്. എന്താ പ്രശ്നം എനിക്കറിയില്ല. എന്താ പ്രശ്നം ഞാൻ ബ്രീഫായിട്ട് നമ്മള് വണ്ടി പൊക്കോണ്ടിരിക്കുമ്പോ പറഞ്ഞുതരാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ട്രിപ്പ് മൊത്തം അങ്ങോട്ട് നീ ഓടിയിരി, ഇങ്ങോട്ട് നമുക്ക് പിന്നെ ഞാൻ ഓടിക്കാം. എന്താ പറയാ? ഞാൻ അങ്ങോട്ട് ഓടിക്കോ. അതാവുമ്പോ നിനക്ക് പറയാനും എളുപ്പവും. അതാ വണ്ടി ഓടിക്കുമ്പോ പറഞ്ഞാലേ നമ്മൾ എന്ന് വണ്ടി ഇടിക്കും, പിന്നെ പണിയാവും. ഈ വണ്ടി റീസ്റ്റോർ ചെയ്തെടുക്കാൻ ഞങ്ങൾ ഏതാണ്ട് ഒരു 5.5 ലക്ഷം സംതിങ് മുടക്കി ഈ വണ്ടി ഇങ്ങനെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ. കാരണം അറിയാലോ, സ്ക്രാപ്പ് ആയിരുന്നു വെറും. മനസ്സിലായില്ലേ? ഇത് ഇങ്ങനൊന്നും ആയിരുന്നില്ല. നിങ്ങൾ വിചാരിക്കണ പോലെ ആയിരുന്നില്ല ഈ വണ്ടി. ഞങ്ങൾ കണ്ട അവിടെ
എറിഞ്ഞിട്ട് പോവാൻ തോന്നുന്നു. അമ്മാര് വണ്ടിയായിരുന്നു. അത് 5.5 ലക്ഷം കൊടുത്ത് ഇങ്ങനെ റീസ്റ്റോർ ചെയ്ത് എടുത്തതാണ് ഞങ്ങള് പിന്നെ, ഇല്ലേ? അതാണ്. ഇനിയിപ്പോ ഞാൻ അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഞങ്ങളുടെയും പിന്നെ സുനിയണ്ണന്റെയും സ്കില്ലിന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ലൈക്ക്. ഓക്കെ, അപ്പം ആ ലൈക്ക് മറക്കണ്ട. പിന്നെ റോഡ് ടു 200, നെക്സ്റ്റ് റോഡ് ടു 300. അപ്പൊ രണ്ടുപേരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ. എന്നെ ചാനൽ നിങ്ങൾ ഒരാളെ മാത്രം സബ് ചെയ്യരുത്, രണ്ടുപേരെയും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അതെന്ത് പരിപാടി, ഒരാളെ സബ് ചെയ്യുന്നത്? എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ശ്രീഹരിക്ക് പറ്റിയത് എന്താന്ന് വെച്ചാൽ, ശ്രീഹരി അവിടെ എന്നെ കാര്യങ്ങൾ ഏൽപ്പിച്ച് അതൊക്കെ മനോഹരമായിട്ട് പൊക്കോണ്ടിരുന്ന. അപ്പം ഒരു വലിയ കമ്പനി എന്താണെന്നുള്ള വലിയ കമ്പനിയും ഗവൺമെന്റും കൂടെ ഞങ്ങളുടെ ആ ഒരു വില്ല ഇതങ്ങ് ഇതാക്കി, അതായത് കൂട്ടി ജപ്തി ചെയ്തു സംഭവം. അതിന്റെ പിറകെ ശ്രീഹരി ഞാനും ഒക്കെ കുറെ ഓടിയതാ, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്ന് ഞാൻ ഇപ്പൊ ഇട്ടോണ്ടിരുന്ന വീഡിയോ കണക്ക് എന്തെങ്കിലുമൊക്കെ സിറ്റി വണ്ടി വന്ന് ഇടും. ഡോണർ ഷോപ്പിൽ നിന്ന് പൈസ എടുക്കുന്നത് അതിനു വേണ്ടി തന്നെ ആയിരുന്നു. നിങ്ങൾ ഇതിനു മുമ്പുള്ള 2 വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഡോണർ ഷോപ്പിൽ നിന്ന് അതിഭീകരമായി തന്നെ പൈസ ചോർത്തുന്നുണ്ടായിരുന്നു, ഇല്ലേ? അപ്പൊ അതിന്റെ കാരണം ഏതാ? എത്ര പൈസ അടച്ചിട്ട് അവന്മാര് തരുന്നില്ല. അവന്മാർക്ക് 1 ബില്യൺ തന്നെ വേണമെന്ന് അങ്ങനെ ഒപ്പിച്ചെടുക്കൂന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ ശ്രീഹരിയുടെ ഫണ്ട് മാനേജറായ ശ്രീഹരിയുടെ മാനേജർ ഉണ്ടല്ലോ ബാങ്കിന്റെ, ശ്രീഹരിക്ക് മാനേജ് എല്ലാ സിനിമയും ഉണ്ട്. അതായത് ഡ്രസ്സ്, കോസ്റ്റ്യൂം, അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ആക്ടറിനെ കണക്ക് തന്നെ ശ്രീഹരി, മനസ്സിലായില്ലേ? പക്ഷെ ആക്ടർ അല്ല, ഒരു VIP പേഴ്സൺ, മനസ്സിലായില്ലേ? അപ്പം പുള്ളിക്കാരന്റെ ഫണ്ട് മാനേജർ പണി പറ്റിച്ചു. ആ ഫണ്ട് മാനേജറിന് ഇവന്മാര് പൈസ കൊടുത്ത് അവന്മാരുടെ സൈഡിലാക്കി. ശ്രീഹരിയുടെ ATM മൊത്തം കൊള്ളയടിച്ചു. ATM ന്ന് പൈസ തരുന്നുണ്ട്. ചെക്കന്റെ കയ്യില് $0. എന്റെയും നിഷ്ഠയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. കയ്യിലൊരു തേങ്ങ ഇല്ലാത്തോണ്ട് ഒന്നും കൊടുക്കാൻ പറ്റി. അങ്ങനെയാണ് ഞങ്ങൾ ഇതായത്. ഇതിന്റെയൊക്കെ ബാക്കിൽ എന്തുവാണ് അറിഞ്ഞൂടാ. ഇനി വഴിയെ നമുക്ക് അറിയാം എന്തുവാണ്. ഇനി അത് വഴിയെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞാണ് ഞാൻ അവിടെ നടത്തി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എനിക്ക് എന്തായാലും അതൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് പണ്ടത്തെ കാര്യങ്ങളാണ്. എനിക്ക് അത് ഡൗട്ട് അടിച്ചേ ഉള്ളൂ. അത് ഇവിടെ പബ്ലിക് ആക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യും. പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. അതായത് എന്റെ ഒരു സംശയം മാത്രമാണ് കേട്ടോ. പിന്നെന്തുവാ, ഇതിന്റെ പിറകെ ഞങ്ങൾക്ക് ബലമായ കുറെ സംശയങ്ങളുണ്ട്. അപ്പം പിന്നെ നിങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങൾ ഞങ്ങളെ കുറിച്ച് ചുറ്റിപ്പറ്റി കിടക്കും. അത് നിങ്ങൾ ഇനി വഴിയെ അറിയും. ഞങ്ങളും ഈ പ്രശ്നം തുടങ്ങിയത് ആരാന്ന് ഞങ്ങളും വഴിയെ അറിയും. അവന്മാരെ പൂട്ടുകയും ചെയ്യും. അതൊക്കെ അത്രേ ഉള്ളൂ. എന്തായാലും നമ്മളിപ്പോ ഈ വീഡിയോനെ ഫോളോ ആക്കുന്നില്ല, അതൊന്നും പറഞ്ഞ്. വെറുതെ വണ്ടിക്ക് പെട്രോൾ ഇല്ല, പെട്രോൾ മേടിക്കാം. മേടിക്കണം. അപ്പം ഞാൻ തുടക്കത്തിൽ വണ്ടി അവിടെ നിർത്തിയിട്ടിരുന്ന എന്താണെന്നറിയാമോ? ചെറിയ എൻജിൻ പ്രോബ്ലംസ് ഈ വണ്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷെ അത് ശരിയാക്കാനുള്ള ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എന്നാലും ചില സമയത്ത് ഈ വണ്ടി അങ്ങ് ട്രാപ്പായി പോകും. അങ്ങനെ ആവരുതെന്ന് പ്രാർത്ഥിക്കാം, ഇല്ലേ? അതാ, പക്ഷെ എന്തെങ്കിലും ആയാൽ നമ്മള് എഞ്ചിനിൽ പോയി 2 അടി കൊടുത്ത് ചിലപ്പോ ശരിയാവുന്ന ഒരു വണ്ടിയാണ്. ചിലപ്പോ ഒന്നുമില്ല, ഒറ്റയടിക്ക് 2 അടി അങ്ങ് പൊട്ടിച്ചാൽ മതി, ചിലപ്പോ ശരി. പെട്രോൾ ഇല്ലടാ വണ്ടിക്ക്. പെട്രോൾ ഇല്ല, അതടിക്കാനും ഞാൻ പോകുന്നേ. ഇതാണ് ഈ വണ്ടിയുടെ കുഴപ്പം, ബ്രേക്ക് പിടിച്ചാൽ കറങ്ങി പോകുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ വെയിറ്റ് നല്ലതാ, പക്ഷെ ടയർ ഇത്തിരി ചെറുതാ, അതായിരിക്കും. അത് ഫ്രിക്ഷൻ പ്രശ്നമായിരിക്കും, അല്ലേ? ടയർ മാറ്റിയിട്ടും ഇങ്ങനെ തന്നെ. എനിക്ക് തോന്നുന്നു ടയറിന്റെ കുഴപ്പമില്ല, വണ്ടിയുടെ എന്തോ. നമുക്ക് തോന്നുന്നു വണ്ടി ടയറിന്റെ സൈസ് കൂട്ടണമെന്ന്. അപ്പൊ അതൊക്കെ നമ്മൾ വഴിയെ മോഡിഫൈ ചെയ്യുന്നതാവും. നമുക്ക് പതിയെ ഓരോന്നായിട്ട് ഇനി റീസ്റ്റോർ ചെയ്യാനുണ്ട്. ഈ വണ്ടിയുടെ ഫുൾ റീസ്റ്റോറിംഗ് ഒന്നും കഴിയായിട്ടില്ല. എന്നിട്ട് ഇതിന്റെ ഫുൾ റീസ്റ്റോറിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ട്രിപ്പ് അങ്ങ് പോവും. അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത് ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ്. പെട്രോൾ അടിക്കട്ടെ. എപ്പോ കേടാന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ റീസ്റ്റോർ ചെയ്ത് എടുത്തിട്ട് ഇതിനെ വലിയ ഓടിക്കാറുമില്ല. അതുകൊണ്ട് ഈ വണ്ടിക്ക് എന്തൊക്കെ കംപ്ലൈന്റ് ഉണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. അതാ
ഈ വണ്ടി ഞാൻ പറഞ്ഞ കണക്ക് വെറുത്തൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാൽ ഈ വണ്ടിയുടെ ഇടയ്ക്കിടയ്ക്കുള്ള പ്രശ്നം അതാണ് ഈ വണ്ടിയുടെ ഇത് കാണാൻ. ഇതിന് എന്തെങ്കിലും വന്ന പിന്നെ അതിന്റെ പുറകെ ഓടേണ്ടി വരും. അതാ. പിന്നെ ഈ വണ്ടി അണ്ണൻ സുനിയണ്ണൻ റീസ്റ്റോർ ചെയ്തെങ്കിലും അണ്ണൻ എഞ്ചിൻ വെക്കാൻ പറ്റില്ല. കാരണം ഈ വണ്ടിയിൽ ഒരു എഞ്ചിന് ഷൂട്ട് ആവുന്നില്ല. പ്രത്യേകിച്ച് ഈ വണ്ടിയുടെ എഞ്ചിൻ ഏതോ വേറെ രാജ്യത്ത് തന്നെ എടുക്കാൻ പറ്റുമോ. അത് വരാനാണെങ്കിൽ ഏതാണ്ട് 1.5 വർഷം എടുക്കും. കാരണം അത് അവിടെയും സ്റ്റോക്ക് ഇല്ല. അമ്മാരി ഒരു എഞ്ചിൻ. അത് ഇത് പ്രൊഡക്ഷൻ നിർത്തിയിട്ട് വർഷങ്ങളായ വണ്ടികൾ. അതാ. പിന്നെ എഞ്ചിന് ഇതൊക്കെ ഒന്നിച്ച് കൊടുത്തോണ്ടിരുന്നെ. പിന്നെ സ്പെയർ പാർട്സ് ഒക്കെ കീറി എടുത്തവർക്ക് കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ അത് വിറ്റ് കാണും ഓൾറെഡി, ഇല്ലേ? അതാ അങ്ങനെയൊക്കെ തന്നെ. എക്സ്ട്രാ ഫുഡ് പക്ഷെ ഈ വണ്ടി പണ്ട് സെയിൽ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ശ്രീരിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നമാണ്. അപ്പം നമുക്ക് അതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ച് ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് തരിക. ഓക്കെ, എന്നാലേ ഞങ്ങൾക്ക് അവിടുത്തെ പ്രശ്നമൊക്കെ മാറ്റി ആ വില്ല തിരിച്ചു പിടിക്കാൻ പറ്റും. മനസ്സിലായി? എനിക്ക് ബ്രേക്ക് പിടിക്കുമ്പോ പേടിയാവും ഈ വഴി കൂടെയൊക്കെ കറങ്ങിപ്പോയാലേ. ശരിയാ. പതിയെ പോയാൽ മതി ബ്രോ. സ്പീഡ് ഓവറായിട്ട് എടുക്കണം. പതിയെ പോയാൽ മതി. പതിയെ പോയി പതിയെ ബ്രേക്ക് പിടിക്കും. ഓക്കെ. എടാ വണ്ടി നേരത്തെ പോകുന്ന ഒരു സ്പീഡിൽ പോകുന്നില്ല, എന്താന്നാവും. അത് കാര്യാക്കണ്ട. എടാ ഇനി മൗണ്ടൻ എത്തിയിട്ട് നമുക്ക് കൊറേ പോവുണ്ട്. പോലും എത്തിയിട്ടില്ല. അതാ. അപ്പൊ ഇനി മൗണ്ടൻ എത്തിയിട്ട് കാണാം. അല്ലെങ്കിൽ കൊറേ ഡെസേർട്ടും കഴിയണം, സിറ്റി വണ്ണും കഴിയണം. അപ്പൊ നല്ല സമയം എടുക്കും. നിങ്ങൾ മൗണ്ടൻ എത്തിയിട്ട് വരാം. ഓക്കെ. ഹലോ ഗൈസ്, അങ്ങനെ വീണ്ടും ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഞങ്ങൾ എങ്ങനെയൊക്കെ ഇവിടെ അവസാനം എത്തി. ലൈറ്റ് അടിച്ച് ഈ കാട് വഴിയൊക്കെ വേണം കയറിപ്പോവാൻ. ഞങ്ങള് ആലോചിക്കുന്നത് ഇനിയിപ്പോ ഈ രാത്രി കൂടുതലും യാത്ര ചെയ്യാൻ നിന്നാ പണിയാവും. അത് കാരണം ഇവിടെ അടുത്തൊരു കാടുണ്ട്, അങ്ങോട്ടങ്ങ് ക്യാമ്പയിൻ മാറ്റാം. അതാണ് ഞങ്ങളുടെ പ്ലാൻ. ഓക്കെ. അടുത്തല്ല ഇപ്പൊ അത് ആക്സിഡന്റ് ആയി അതോ വണ്ടികളൊക്കെ. ഇപ്പൊ ഗൈസ് താണ്ടെ ഇതൊരു കാട് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ഈ കാട്ടിലോട്ട് അങ്ങ് മാറ്റി. ഓക്കെ. ഈ വണ്ടികളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇതൊക്കെ ആക്സിഡന്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത വണ്ടികൾ കൊണ്ടിടുന്നതാണ്. എക്സ്ട്രാ ഇതല്ലേ നമ്മള് ആദ്യം ആലോചിച്ച സ്ഥലം. ഈ സ്ഥലം പോരെ? ഈ സ്ഥലം തന്നെയാണ്. ഈ സ്ഥലം നമുക്ക് പോവാ. വേണ്ട, നമുക്ക് ഇവിടെ ഇങ്ങോട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിൽ കിടന്നു തുടങ്ങാം. ലൈറ്റ് കത്തിച്ചിടാ അല്ലേടാ, അല്ലെങ്കിൽ പണി കിട്ടും ചിലപ്പോ രാത്രിയേ. ലൈറ്റ് കത്തിച്ചിട്ടേ. നീ അപ്പൊ ടേബിളും ഒക്കെ വണ്ടിയുടെ ബാക്കിൽ നിന്ന് എടുക്ക്. ടേബിളും സംഭവങ്ങളൊക്കെ എടുത്ത്. ഞങ്ങളിനി അധികം വീഡിയോ ഒന്നും എടുക്കാൻ. ഇവിടെ വീഡിയോ എടുത്താലേ ഇവിടെ ചില പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അത് നിങ്ങക്ക് നാളെ രാവിലെ ഞങ്ങൾ പറഞ്ഞു തരാം. കാരണം വീഡിയോ ഇവിടെ ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഫോൺ നോക്കി കിടന്നുറങ്ങി നാളെ രാവിലെ എണീറ്റ് പോവാൻ തന്നെ. ഓക്കെ. അപ്പൊ നമ്മൾ പറയാം എന്തുവാന്ന്. ഞാൻ എന്തായാലും കിടന്നുറങ്ങിട്ട് വരാവേ. നെക്സ്റ്റ് ഉറക്കം കളനായിട്ട് എന്നെ വിളിച്ചോണ്ട് വന്നേരാ. നീ ലൈറ്റ് എങ്ങാനും ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്ന രാത്രി? ലൈറ്റ് ഇട്ടിട്ടില്ലടാ, നമ്മള് കിടന്ന. എടാ നീ കണ്ണൂർന്ന് നോക്കണം. നീ രാത്രി എണ്ണീറ്റ് ലൈറ്റ് ഓഫ് ചെയ്തു. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തില്ല. ഇതെങ്ങനെ ഓഫായി? എടാ ഇവിടെ കിടന്ന കുറച്ച് കാറുകളൊന്നും കാണാനില്ല. ഞാനൊന്ന് ഡിക്കി തുറന്നു നോക്കട്ടെ. പ്രശ്നമുണ്ടോ നോക്കട്ടെ. ഞാൻ തുറന്നു നോക്കട്ടെ. എടാ നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യും. എനിക്ക് എന്തോ റോങ് അടിക്കുന്നുണ്ട്. എനിക്ക് എഞ്ചിൻ കത്തി. ഇതിന്റെ മുന്നേ മാറിക്കോ, അതിപ്പോ പൊട്ടിത്തെറിക്കും. എടാ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. എടാ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കി. ഇങ്ങോട്ട് വെള്ളം ഒഴിക്കട്ടെ. ഓ, എഞ്ചിന്റെ കത്തരങ്ങ് മാറി. പുകയൊക്കെ വരുന്ന. വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. നീ നോക്കിയേ. സ്റ്റാർട്ട് ഒന്നുമില്ലടാ. അതാ പറഞ്ഞ വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. നമുക്ക് ഓടിപ്പോയാലോ? എടാ ഓടിപ്പോവാനും പറ്റില്ല. ആകെ പണിയായി. ഇപ്പൊ രാത്രി 2 മണിയായാലും ഞങ്ങൾ എണീറ്റപ്പോ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. നമുക്ക് വിളിക്കാം. ഞാൻ ഒന്ന് എടുത്തു നോക്കട്ടെ. എടുക്കാൻ പറ്റത്തില്ലടാ. അത് എഞ്ചിന്റെ പുകയൊക്കെ വരുന്നു. പറ്റത്തില്ല. നമുക്ക് സുനിയണ്ണനെ വിളിക്കാം. ഒരു കാര്യം ചെയ്യാം, വെയിറ്റ്. നമ്പർ എന്റെ ഉണ്ടല്ലേ? ആള് ഈ രാത്രി അടിച്ച് ഫിറ്റ് അവിടെ കിടക്കൂ. ഇല്ല, നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഞാൻ വിളിച്ചു നോക്കട്ടെ. ഹലോ സുനിയണ്ണ. രാത്രി 2:30-ക്കാണടാ നീയൊക്കെ വിളിക്കുന്നത്. സുനിയണ്ണ, ഞങ്ങളൊരു കാട്ടിൽ പെട്ടുപോയി. കാട്ടില്ല, നിനക്കൊന്നും വേറെ പണിയില്ലടാ. കാട്ടിൽ പോയി പേടായിരുന്നു.
ഇത് മറ്റേ മൗണ്ടനിലെ കാടാ. ഞങ്ങൾ ആകെ പേടിച്ചിരിക്കും. ഇവിടെ ഞങ്ങൾക്ക് മിസ് അടിച്ചിട്ട് ഞങ്ങൾ എണീറ്റ് നോക്കിയപ്പം വണ്ടിയാകെ സ്റ്റാർട്ട് ആവുന്നില്ല. എഞ്ചിനൊക്കെ ഇന്ന് കരയുന്നു. എടാ മൗണ്ടനിലെ കാടോ? എടാ മൗണ്ടനിലെ കാട്ടിലോ? എടാ നിങ്ങൾക്ക് എന്തറിഞ്ഞിട്ടാണ് അവിടേക്കൊക്കെ പോകുന്നേ? ഇറങ്ങിയത് ഒറ്റ മൈൻഡായിട്ട്. എടാ നീയൊക്കെ അവിടെ കാണുന്ന ഓരോ കാറുകളില്ലേ, ആക്സിഡന്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാറുകളാണെന്നൊക്കെ പറഞ്ഞു. ആ അതൊക്കെ ഇവിടെ നിങ്ങളെ പോലെ കാട് കാണാൻ വന്നിട്ട് അവരൊക്കെ നിങ്ങളെ പോലെ വണ്ടി സ്റ്റാർട്ടാണ്ട് പെട്ട് മരിച്ചു പോയിട്ട് വരുന്നു. ആ കാണുന്ന വണ്ടികളുടെ ഓണറൊക്കെ മിസ്സിംഗ് ആണ് വർഷങ്ങളായിട്ട്. എന്നാ അണ്ണൻ ഇതൊന്ന് പറഞ്ഞൂടെ? ഞങ്ങൾ ഇന്നലെ വിളിച്ചല്ലേ, അപ്പൊ ഞങ്ങള് പറഞ്ഞല്ലേ ഇങ്ങനെ മൗണ്ടൻ പോകുന്നു. എടാ നീയൊക്കെ എന്റെ അടുത്ത് മൗണ്ടനിലെ കാട്ടില് പോണു പറഞ്ഞില്ലേ? ഏത് കാട്ടിലാ പോണെന്ന് നീ പറഞ്ഞില്ല. നീ ഇപ്പൊ എഞ്ചിൻ ഓഫ് ആയി പറഞ്ഞപ്പോഴേ എനിക്ക് നിങ്ങൾ ഏത് കാട്ടിലാ പോയെന്ന് മനസ്സിലായത്. അണ്ണാ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? ഞങ്ങൾ ആകെ പെട്ടിരിക്കേ. എടാ എനിക്കൊന്നും വരാൻ പറ്റത്തില്ല, നീ പോയേ അവിടുന്ന്. ശരി അണ്ണാ. നെക്സ്റ്റോ എടാ എന്താ പറഞ്ഞേ? നീ പേടിക്കത്തില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ വണ്ടിയൊക്കെ ചുമ്മാ അങ്ങനെ അങ്ങ് നിന്നുപോയതല്ലേ. നമ്മളെ കണക്ക് കാട് കാണാൻ രാത്രി വന്നിട്ട് ഇതേ സിറ്റുവേഷനിൽ നിന്ന് പോയതാണ്. പിന്നെ അവരുടെ ഓണേഴ്സിനെയും കാണാനില്ല എന്നാണോ സൂര്യേട്ട പറഞ്ഞത്? അയ്യോ ഓടിക്കോ. എടാ ഓടിയാ നമ്മൾ എത്തത്തില്ല, ഓടിയാ നമ്മള് പ്രേതം പിടിക്കും. അയ്യോ ഇതെന്തോ ആര് വരാനോടാ? എടാ ചെറിയ വിഷയം ഉണ്ടാ എന്തോ ഇവിടെ. ഞാൻ ഒരു കാര്യം അടുത്ത നമ്പറിൽ വിളിക്കാം. എനിക്ക് അറിഞ്ഞൂടാ എന്തോ ആവൂന്ന്. ആണെങ്കിലും വന്നാ മതിയായിരുന്നു. ബ്രോ എടാ നിന്റെ കാക്കാടാൻ പറ്റില്ലേ? കാക്കായില്ലേ? കാക്ക വിളിച്ചോട്ടെ. എടാ എടുക്ക്. ഹലോ അസ്സലാമലൈക്കും. 2:30 വിളിക്കാൻ നിനക്ക് എന്തിനാ കൊച്ചേ? ഭ്രാന്ത്. ഞങ്ങള് മൗണ്ടനിലൊരു ക്യാമ്പിങ്ങിന് വന്നതാ. പക്ഷെ ഞങ്ങള് മൗണ്ടനില് പ്രേതബാധകം ഉണ്ട് എന്ന് പറയുന്ന അതൊരു കാട്ടിലറിയാണ്ട വന്ന് ക്യാമ്പിങ് ചെയ്തു. എന്നിട്ട് ഞങ്ങളുടെ വണ്ടി പോയി. നീയൊക്കെ ഏത് കാട്ടിലാ കേറി പോയ? എടാ ആ കാട്ടിൽ നീ ജീവൻ മയ്യത്താവുന്നു. ഓക്കെ കാക്ക ഒന്ന് വരാൻ പറ്റുമോ? കാക്കാടെ ഞാൻ ഒന്നും പറയുന്നില്ല. തെഞ്ചാലിയാണ് എന്നെ കൂടെ കൊല്ലാൻ വേണ്ടി. ഞങ്ങള് മറ്റേ സുനീനെ വിളിച്ചു നോക്കി, ആള് എന്നില്ലെന്നാ പറഞ്ഞേ. നിനക്കൊക്കെ എന്നോടൊന്നും ചൂടായിരുന്നു. കാക്ക എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാക്ക. കാക്കാടാ ഒന്നുമില്ല വെച്ചിട്ട് ഓടേർക്കാ. എടാ ക്രാസോ. എന്തുവാടാ എന്തോ കരിപ്പില കാക്ക കട്ട കരിപ്പില. എന്താ എന്താ രൂപ